السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا وشفيعنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. നമ്മുടെ തഫ്സീറുൽ ജലാലൈനി ദർസ് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് വീണ്ടും നമുക്ക് പുനരാരംഭിക്കാൻ സാധിച്ചു. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതിൻ്റെ നല്ലവരായ ശ്രോതാക്കൾ, അതുപോലെ ഇതുമായി സഹകരിക്കുന്നവർ, ഇതിനൊത്താശ ചെയ്യുന്നവർ എല്ലാവർക്കും അല്ലാഹു തആല ഒരുപാട് ഖൈറാത്തുകൾ, ബറകാത്തുകൾ, ഫുതൂഹാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആമീൻ. ദീനി ഖിദ്മയിലായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ود كثير من أهل الكتاب يردونكم من بعد إيمانكم كفارا حسدا من عند أنفسهم من بعد ما تبين لهم الحق فاعفوا واصفحوا حتى يأتي الله بأمره إن الله على كل شيء قدير. وأقيموا الصلاة وآتوا الزكاة وما تقدموا لأنفسكم من خير تجدوه عند الله إن الله بما تعملون بصير. صدق الله العظيم. അൽഹംദുലില്ലാഹ്. ചില ഉസ്താദുമാരൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവർ ഫാമിലി മുഖേനയാണ് നമ്മുടെ തഫ്സീറിൻ്റെ ക്ലാസ് കേൾക്കുന്നത് എന്ന് അറിയാൻ സാധിച്ചു. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ആനന്ദവും സന്തോഷവും, ഈ ദർസ് നിലനിന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇനി നമ്മൾ സംസാരിക്കുന്നത് ജൂതന്മാരുടെ പിന്തിരിപ്പൻ ശക്തികളെ പറ്റിയാണ്. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലി കിതാബിൽപ്പെട്ട
ധാരാളം ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്, ലൗ യറുദ്ദൂനക്കും. ഈ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം നമുക്ക് ആദ്യം ഒന്ന് സംസാരിക്കാം. സബബു നുസൂലിഹ അന്ന അമ്മാർ ഇബ്നു യാസർ وحذيفة بن اليمان رضي الله عنهما لما رجعا مع رسول الله صلى الله عليه وسلم من غزوة أحد. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസർ തങ്ങളും ഹുദൈഫത്ത് ബിനുൽ യമാൻ തങ്ങളും അവര് ഉഹദിൽ നിന്ന് മുത്തുനബിയുടെ കൂടെ മടങ്ങി വരുമ്പോൾ ഇജ്തമഅ ബിറഹ്തിൻ മിനൽ യഹൂദ്, ജൂതന്മാരുടെ ഒരു സംഘവുമായി അവർ സമ്മേളിച്ചു. ഫഖാലു ലഹും, അവരോട് ജൂതന്മാർ പറഞ്ഞു, അലം നകുൽ ലക്കുമാ ഇന്ന ദീനൽ യഹൂദി ഹുവൽ ഹഖ് വഗൈറുഹു ബാത്തിൽ. നിങ്ങൾക്ക് പറഞ്ഞുകൂടെ അമ്മാറെ, ഹുദൈഫ, ജൂതന്മാരുടെ ദീനാണ് ഹക്ക്, ബാക്കിയെല്ലാം മിഥ്യയാണ്, ബാത്തിലാണ് എന്ന് പറഞ്ഞുകൂടെ? ഫലൗ കാന മാ അലൈഹി മുഹമ്മദുൻ ഹഖ മാ ഖുതിലത് അസ്ഹാബുഹു മാ ദഅവാഹു അന്നഹു യുഖാതിൽ വല്ലാഹു മഅഹു. എന്നിട്ട് അവരൊന്നുകൂടെ ഒരു മേക്കാല് വെക്കുകയാണ്. മുഹമ്മദിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു പൊടി ഹക്കുണ്ടെങ്കിൽ, മുഹമ്മദ് പറയുന്നുണ്ടല്ലോ, ഓരോ സമയത്തും പറയുന്നുണ്ട് അള്ളാഹു കൂടെയുണ്ട്, പിന്നെ എങ്ങനെ മുഹമ്മദിൻ്റെ അസ്ഹാബിനെ കൊല ചെയ്യപ്പെടുന്നത്? ഉഹദിൽ ധാരാളം സ്വഹാബിമാർ ഷഹീദായ ആ രംഗം ഉപയോഗിക്കുകയാണ് ജൂതന്മാർ. ഫഖാല അമ്മാർ ഇബ്നു യാസർ, തന്ത്രപരമായി അമ്മാർ ഇബ്നു യാസർ തങ്ങൾ ജൂതന്മാരോട് ചോദിക്കുന്നു, മാ ഹുക്മു നഖ്ലിൽ അഹ്ദി ഇൻദക്കും. ഓ ജൂതന്മാരെ, കരാറ് ചെയ്താൽ അത് പൊളിക്കുന്നതിൻ്റെ വിധി എന്താണ് നിങ്ങളുടെ അടുത്ത്? അപ്പോൾ ഫഖാലു ഫളീഉൻ ജിദ്ദ, അത് പാടില്ല, വളരെ കഷ്ടമാണത്, വളരെ മോശമാണ്. ഫഖാൽ, ആ മറുപടി തന്നെ കേൾക്കേണ്ടത് അമ്മാർ തങ്ങൾക്ക്. അവിടുന്ന് പറഞ്ഞു, ഇന്നി ആഹത്തു മുഹമ്മദിൻ അല ഇത്തിബാഇഹി ലാ അൻ അമൂത്ത് ഫലാ അൻഖുലുഹു അബദാ. മരിക്കോളം ഞാൻ മുഹമ്മദിനോട് ഇത്തിബാ ചെയ്യുമെന്ന് ഞാൻ കരാറ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാലത്തും ആ കരാറ് പൊളിച്ചു കളയാൻ തയ്യാറല്ല. നിങ്ങളടുത്ത് തന്നെ അത് ഫളീഉൻ ജിദ്ദൻ എന്നല്ലേ പറഞ്ഞത്? വഖാലു ഖദ് സ്വബ, നിന്നെ ശരിയാകൂലടാ എന്ന് പറഞ്ഞു വിടുകയാണ്. വഖാല ഹുദൈഫ, ബഹുമാനപ്പെട്ട ഹുദൈഫ തങ്ങൾ ഇതിന് കൊടുത്ത മറുപടി, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വൽ കഅബതി ഖിബ്ലതൻ വൽ ഖുർആനി ഇമാമൻ വൽ മുഅ്മിനീന ഇഖ്വാന. ഈ മറുപടി പോരെ ഈമാനിൻ്റെ സ്ഫുരിക്കുന്ന മനുഷ്യന്മാർക്ക്? ഫലമ്മാ റജഅ അഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക്. ഈ വിവരം മുത്തുനബിയുടെ ചെവിയിലെത്തിച്ചു രണ്ടുപേരും. ഫഖാൽ, ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, അസബ്തുമാൽ ഖൈർ, നിങ്ങൾ രണ്ടുപേരും ഖൈർ എത്തിച്ചു. വാഫ്ലഹ്തുമാ, നിങ്ങൾ രണ്ടുപേരും വിജയികളായി, വിജയശ്രീലാളിതരായി എന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫനസലത്ത്, അപ്പോൾ ഇറങ്ങിയാണ് വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബ്, ജൂതന്മാരിൽ നിന്ന് ധാരാളം ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട്, ലൗ യറുദ്ദൂനക്കും മിൻ ബഅദി ഈമാനിക്കും. ലൗ മസ്ദരിയത്തുൻ, മസ്ദരിയായ ലൗ ആണ് എന്ന് പറഞ്ഞാൽ ലൗ യറുദ്ദൂനക്കും, നിങ്ങൾ മടങ്ങൽ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മസ്ദറിൻ്റെ മാന ലൗവും അതിൻ്റെ ശേഷമുള്ള ഫേലും കൂടി കിട്ടണം. അതാണ് ലൗ മസ്ദരിയ എന്ന് പറഞ്ഞാൽ. മിൻ ബഅദി ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിൻ്റെ ശേഷം നിങ്ങൾ മടങ്ങണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ജൂതന്മാർ കുഫാറൻ, കാഫിറുകളായി മടങ്ങണം. എന്തേ കാരണം? ഹസദാ, ഹസദിന് വേണ്ടി, മഫ്ഊലുൽ ലഹു, ഹസദുണ്ടായതിനു വേണ്ടി, മിൻ ഇൻദി അൻഫുസിഹിം,
കായിനം മിൻ ഇൻദി അൻഫുസിഹിം, ഒരു കായിൻ അവിടെ സങ്കല്പിക്കുകയാണ് മുഫസ്സിറുകൾ. അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ ഹസദ്, അല്ലാതെ വേറൊന്നുമല്ല. ഓരോ ജൂതന്മാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ ഹസദ് കാരണം അവരാഗ്രഹിക്കുകയാണ് ഈ മുഅ്മിനീങ്ങളൊക്കെയും ഒന്ന് ഈമാൻ തെറ്റിപ്പോയെങ്കിൽ, ഐ ഹമലത്തുഹും അലൈഹി അൻഫുസുഹുമുൽ ഖബീസ, അവരതിന് പ്രേരിപ്പിച്ചത് ഇങ്ങനെ മുഅ്മിനീങ്ങൾ ഈമാൻ തെറ്റിപ്പോയി കാഫിറുകളാകണം എന്നതിനവരെ പ്രേരിപ്പിച്ചത് അൻഫുസുഹുമുൽ ഖബീസ, അവരെ താഴ്ന്ന ശരീരങ്ങളാണ്. ആ മോശപ്പെട്ട അവരുടെ ശരീരങ്ങൾ തന്നെ അത് തന്നെ ഏതിൻ്റെ ശേഷമാണ്? മിൻ ബഅദി മാ തബയ്യന ലഹും, അവർക്ക് ബോധ്യമായതിൻ്റെ ശേഷം, അൽ ഹഖ്, ഹക്ക് ബോധ്യപ്പെട്ടതിൻ്റെ ശേഷം. ആ ഹക്ക് ഫി തൗറാത്ത്, അതെവിടെയാണ് അവർ പഠിച്ചത്? ജൂതന്മാർ തൗറാത്തിൽ പഠിച്ചു, ഹക്ക് ബോധ്യമാണ്. എന്നിട്ടും ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ഈമാനൊന്ന് തെറ്റിക്കാണണമെന്ന് വല്ലാതെ അഭിലഷിക്കുന്നു ജൂതന്മാർ. എവിടെ ഹക്ക്, എവിടെ തൗറാത്തിൽ ബോധ്യപ്പെട്ടു? ആരെ വിഷയത്തിൽ? ഫീ ശഅനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ വിഷയത്തിൽ തൗറാത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഈ ജൂതന്മാർക്കറിയാം. എന്നിട്ട് അങ്ങനെയൊക്കെ ആയിട്ടും അവർ അതെല്ലാം മൂടിവെച്ച് ഉള്ള മുഅ്മിനീങ്ങളും ഒന്ന് ഈമാൻ തെറ്റിപ്പോയെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. നബിയെ ഫഅഫൂ, നിങ്ങൾ അവരെ ഒഴിവാക്കൂ നബിയെ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. വസ്ഫഹൂ, ഫഅഫൂ അൻഹും ഐ ഉത്റുകൂഹും, അവരെ നിങ്ങൾ ഒഴിവാക്കൂ നബിയെ. വസ്ഫഹൂ അയറിളൂ, നിങ്ങൾ തിരിഞ്ഞു കളയൂ നബിയെ. ഫലാ തുജാസൂഹും, അവർക്കിപ്പോൾ നിങ്ങൾ പകരമൊന്നും കൊടുക്കണ്ട. ഏതുവരെ കാത്തിരിക്കണം? ഏതുവരെ മൈൻഡില്ലാതെ ഇരിക്കണം? ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു തആല അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ, ഓർഡർ പുറപ്പെടുവിക്കുന്നത് വരെ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യണ്ട, അവരെ ഒഴിവാക്കൂ നബിയേ. ബിഅംരിഹി ഫീഹിം മിനൽ ഖിതാൽ, അവരോട് ധർമ്മസമരത്തിനുള്ള ഒരു ഓർഡർ അള്ളാഹു തരുന്നത് വരെ അവരങ്ങനെ പോട്ടെ, അവർ അങ്ങനെ മുന്നോട്ട് പോകട്ടെ. അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങളുടെയൊക്കെ ആ ഒരു സൗന്ദര്യം എത്രയാണ്! നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അള്ളാഹ് തരും ഓർഡർ, അപ്പം ഇറങ്ങിയാൽ മതി. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെ മേലിലും കഴിവുള്ളവനാണ്. അതെന്തിനാ പറയുന്നത്? തങ്ങൾക്കൊരു ശക്തി പകരാണ്. പേടിക്കണ്ട നബിയെ, നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞു വെച്ചിട്ടൊന്നും വരാനില്ല. ഇപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് കരുതി ഒന്നും വരാനില്ല. അള്ളാഹു കഴിവുള്ളവനാണ്. പിന്നെന്തിന് നിങ്ങൾ ഭയപ്പെടണം നബിയെ? വല്ലാത്ത ഒരു ഈദാണ്, വല്ലാത്ത ഒരു ഒപ്പം ചേർത്തു നിർത്തലാണ്. യാ റബ്ബ് അല്ലാഹ്. എന്നിട്ട് തങ്ങളോട് പണിയെടുക്കാൻ പറയാണ്. വാഖിമുസ്സലാഹ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. വആത്തുസ്സക്കാഹ്, സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം. ഓലെന്തൊക്കെയോ ചെയ്തോട്ടെ, ഓലെന്തൊക്കെയോ ആഗ്രഹിച്ചോട്ടെ, പക്ഷേ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കണം നബിയെ. വഅഖീമുസ്സലാത്ത വആത്തുസ്സക്കാഹ് വമാ തുഖദ്ദിമൂ ലിഅൻഫുസിക്കും, നിങ്ങളെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തു വെച്ച എന്തൊന്നും, മിൻ ഖൈർ, എന്ത് ഖൈർ ചെയ്താലും, ത്വാഅത്തിൻ കസിലത്തിൻ വസ്വദഖ, കുടുംബബന്ധം ചേർത്ത് അതാണോ നിങ്ങൾ ചെയ്ത ഖൈർ? വസ്വദഖത്തിൻ, സ്വദഖയാണോ? അങ്ങനെ എന്ത് ഖൈർ, മിൻ ഖൈർ നക്കിറയാണ്,
നിക്ര ഉമൂമിനെ ഫായിദ വെപ്പിക്കുന്ന കിതാബുകളിലൊക്കെ ഉണ്ടല്ലോ. കുറേ ഉസ്താദുമാരാണ് ഈ ക്ലാസ്സൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനത്തെ ഒക്കെ പറയുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. മിൻ ഖൈർ, എന്ത് ഖൈർ നിങ്ങൾ മുന്തിച്ചാലും തജിദൂഹു, അത് നിങ്ങൾക്കെത്തിക്കും എന്ന് പറഞ്ഞാൽ, ആ ഖൈർ എത്തിക്കും എന്ന് പറഞ്ഞാൽ ഐ സവാബ, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കെത്തിക്കും. ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്കെത്തിക്കും. അള്ളാഹിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകുമ്പോൾ അത് കിട്ടും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, ഇന്നല്ലാഹ, തീർച്ചയായും നമ്മുടെ റബ്ബായ അള്ളാഹു, ബിമാ തഅമലൂൻ, നിങ്ങളുടെ അമലുകളൊക്കെയും, ബസീർ, അവൻ കാണുന്നവനാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു കാണുന്നുണ്ട്. ഫയുജാസിക്കും ബിഹി, അതിന് നിങ്ങൾക്കവൻ പ്രതിഫലം തരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. ജൂതന്മാരുടെ ആ ഒരു ഗൂഢാലോചന, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ടതില്ല. ഏതൊരു പ്രബോധകനും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലതും വരും. അള്ളു വെക്കാനുള്ള ശ്രമം വരും, പാലം വലിക്കും. അവിടെയൊന്നും നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ദാഇ മുന്നോട്ട് പോകണം. ഇഖാമത്തുസ്സലയും ഈതാഉസ് സക്കയും ഒക്കെ ആയി ദാഇ മുന്നോട്ട് പോകണം. വഅളുമായി മുന്നോട്ട് പോകണം, ക്ലാസുമായി മുന്നോട്ട് പോകണം എന്ന വലിയൊരാശയം ഈ രണ്ടായത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മെല്ലാവരെയും സാലിഹീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഖൈറിൻ്റെ, സ്വലാഹിൻ്റെ, ഇൽമിൻ്റെ, തഖ്വയുടെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.